നമസ്തേ പ്രിയമുള്ള പ്രേക്ഷകരെ, ഇവിടെ ചർച്ച ചെയ്യുന്ന ജ്യോതിഷ വിഷയം ഇന്ന് നാം പ്രതിപാദിക്കുന്ന ഇന്നത്തെ ദിനം നല്ലൊരു ശുഭദിനമാണ്. 1201 കർക്കിടക മാസം 4-ാം തീയതി, അതായത് 2026 ജൂലൈ മാസം 20-ാം തീയതി. ഇന്ന് തിങ്കളാഴ്ചയാണ്, സോമവാരം എന്ന് പറയും. ഇന്ന് തിങ്കളാഴ്ചത്തെ ദിനം ശുഭദിനമാണ്. തിങ്കളാഴ്ച നല്ല ദിനം എന്നൊക്കെ നാം പറയാറുണ്ട്. തിങ്കളാഴ്ചത്തെ രാഹുകാലം കാലത്ത് 7:30 മുതൽ 9 മണി വരെയുള്ള സമയം. ഇന്നത്തെ സൂര്യോദയം നിങ്ങൾക്കറിയാം, കാലത്ത് 6:15, അസമയം വൈകിട്ട് 6:47 തൃശ്ശൂരിൽ. ഇന്നത്തെ തിഥി നല്ല തിഥിയാണ്, വെളുത്തപക്ഷത്തിലെ സപ്തമി തിഥിയാണ്. ഇന്ന് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് വെളുത്തപക്ഷത്തിലെ സപ്തമി തിഥിയാണ്, നല്ല തിഥിയാണ്. ഇന്നത്തെ നക്ഷത്രമാണെങ്കിൽ അത്തം നക്ഷത്രമാണ്, വെളുത്തപക്ഷത്തിലെ അത്തമാണ്. കറുത്തപക്ഷത്തിലെ അത്തമാണെങ്കിൽ അത്തത്തിന് പാദം എന്നൊക്കെ പറയും, പാദദോഷമുണ്ട്. പക്ഷേ ഇവിടെ വെളുത്തപക്ഷത്തിലെ അത്തത്തിന് യാതൊരു പാദദോഷവുമില്ല. ഇന്നത്തെ ദിനം നല്ലതാണ്, നക്ഷത്രം നല്ലതാണ്, തിഥി നല്ലതാണ്. അതിനാൽ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ഇന്ന് എല്ലാ ശുഭകാര്യങ്ങൾക്കും സമയം കണ്ടെത്താവുന്നതാണ്. ഇന്ന് ഏറ്റവും നല്ല മുഹൂർത്തം 2 മുഹൂർത്തം തരുന്നുണ്ട്. ഇന്ന് ഉച്ചയ്ക്ക് 12:15 മുതൽ 1:30 വരെയുള്ള സമയം നല്ലതാണ്. പക്ഷേ സാമ്പത്തികമായ ഇടപെടലുകൾക്ക്, വാങ്ങൽ കൊടുക്കൽ കാര്യങ്ങൾക്കൊക്കെ നല്ലൊരു സമയം വരുന്നത് 3:15 മുതൽ 4 മണി വരെയുള്ള സമയമാണ്. 4 മണി വരെ ബാങ്കൊക്കെ വർക്കിംഗ് അവേഴ്സാണ്. അതിനാൽ ആ ഒരു സമയം വളരെ നന്നായിട്ട് വരും. കാരണം നല്ല കാലഹോരയാണ്, വൃശ്ചികൻ രാശിയാണ്. ആദ്യം പറഞ്ഞ സമയം ചൊവ്വ അഷ്ടമത്തിലാണ്. പലപ്പോഴും പല വിഘ്നങ്ങളും വന്നെന്ന് വരാം. അതിനാൽ ഇന്നത്തെ ദിനം എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് എല്ലാ കാര്യങ്ങൾക്കും വ്യാപരിക്കുവാനുള്ള നല്ലൊരു മുഹൂർത്തമാണ്, നല്ല സമയമാണ്, നല്ല ദിനമാണെന്നും കൂടി അറിയുക. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ അത്തം നക്ഷത്രത്തിൻ്റെ അധിപനായ ഗ്രഹം ആരാണ്? ചന്ദ്രനാണ്. രോഹിണി, അത്തം, തിരുവോണം ഈ നക്ഷത്രങ്ങളുടെ ആധിപത്യമുള്ള ഗ്രഹം ചന്ദ്രനാകയാൽ ഇന്ന് തിങ്കളാഴ്ചയാണ്. സോമവാര വ്രതം എടുക്കാം. ഭർത്തൃശ്രേയസ്സിനായി തൻ്റെ ഭർത്താവിൻ്റെ എല്ലാവിധ അഭിവൃദ്ധിക്കുമായി ഭാര്യയ്ക്ക് സോമവാര വ്രതം എടുക്കാം, സോമവാര പൂജ ചെയ്യാം, ഐക്യമത്യ പുഷ്പാഞ്ജലി ചെയ്യാം. അപ്രകാരം അവിവാഹിതരായ യുവതീ യുവാക്കൾക്ക് നിങ്ങൾ എല്ലാവിധ ശ്രേയസ്സിനായിക്കൊണ്ട് സ്വയംവര പുഷ്പാഞ്ജലി അർച്ചിക്കാം. വിളക്കുമാല, പായസം ദേവിക്ക് വഴിപാടായി സമർപ്പിക്കുന്ന ഇന്നത്തെ ദിനം ധാരാളം നന്മകൾ പ്രദാനം ചെയ്യപ്പെടുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. മന്ത്രങ്ങളൊക്കെ ചെല്ലുക, എല്ലാം നന്നായി മുന്നോട്ട് നീങ്ങട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് നല്ലൊരു ഇന്നത്തെ ദിനത്തെ പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്തേ.